ഒരു കാര്യം നാട്ടുകാരോട് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ ഇറങ്ങുന്നതിന് മുമ്പ് അത് വീട്ടുകാരെ ബോധ്യപ്പെടുത്തണം എന്നൊരു ചൊല്ലുണ്ട്. അതായത് ആദ്യം വീട്ടുകാർക്ക് മനസ്സിലായ കാര്യം വേണം നാട്ടുകാരോട് പറയേണ്ടത്. ഇത് വെറും ഒരു ചൊല്ലല്ല കേട്ടോ. അരിസ്റ്റോട്ടിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ഘടകം കുടുംബമാണെന്നാണ്. എന്തായാലും കുടുംബത്തെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം സമൂഹത്തോട് പറയുമ്പോൾ അല്ലെങ്കിൽ നാട്ടുകാരോട് പറയുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമുണ്ട്. അത് പറയുന്നവർക്കും കേൾക്കുന്നവർക്ക് അത് വിശ്വസിക്കാൻ തോന്നുകയും ചെയ്യും. മോദിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിൽ പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രി നിർമ്മല സീതാരാമനാണ്. നമ്മുടെ ഇന്നത്തെ ഉപന്യാസ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ എനിക്ക് അവരെ വളരെ ഇഷ്ടമാണ്. പ്രസംഗിക്കുമ്പോഴൊക്കെ ശകലം അഹങ്കാരമൊക്കെ കാണിക്കും. അത് പിന്നെ 52 ഇഞ്ചിൻ്റെയും 56 ഇഞ്ചിൻ്റെയും കണക്ക് പറയുന്ന ഒരു സർക്കാരിൽ ധനമന്ത്രി ആയിരിക്കുമ്പോൾ അല്പം ധിക്കാരവും ധാർഷ്ട്യവും ഉണ്ടാവുന്നതിൽ തെറ്റില്ലെന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. പക്ഷെ എനിക്ക് അവരെ വളരെ ഇഷ്ടമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് കുടുംബത്തിൽ ബോധ്യപ്പെടുത്തിയ കാര്യം വേണം നമ്മൾ സമൂഹത്തോട് നാട്ടുകാരോട് പറയേണ്ടതെന്ന്. അക്കാര്യത്തിൽ പുള്ളിക്കാരത്തിക്ക് വലിയ ഭാഗ്യമൊന്നുമില്ല. മോദിയുടെ സർക്കാരിൽ ധനകാര്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത അന്ന് മുതൽ അവർ നമ്മളോട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്, പല അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിനൊക്കെ പക്ഷേ സ്വന്തം കുടുംബത്തിൽ മോദി തന്നെ റദ്ദാക്കിയ 1000 രൂപ നോട്ടിൻ്റെ വില പോലും കിട്ടുന്നില്ല. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഒരു റോക്കറ്റ് പോലെ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് കുറച്ചു കാലത്തിനുള്ളിൽ ചന്ദ്രനിൽ ഇറങ്ങും എന്നൊക്കെയാണ് നമ്മുടെ നിർമ്മലാജി ഈ കഴിഞ്ഞ 5-5.25 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ നമ്മളിന്ന് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ 5ാം സ്ഥാനക്കാരാണത്രേ. അതൊരല്പം കഴിഞ്ഞാൽ 1-1.5-2 വർഷം കഴിഞ്ഞാൽ നമ്മൾ 3ാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്യും. ഈ പട്ടിണി, പരിവട്ടം, ദാരിദ്ര്യം അതിനെയൊക്കെ നമ്മൾ കാപ്പ ചുമത്തി നാട് കടത്തി കഴിഞ്ഞു. ഇനി ഒരു 25 വർഷം അമൃതകാലമാണ്. അതാണ് മോഡി സർക്കാർ മനസ്സിൽ കണ്ടിരിക്കുന്നത്. ഈ കാലം കൊണ്ട്, ഈ 25 വർഷം കൊണ്ട് നമ്മൾ വികസിത രാജ്യമായിട്ട് മാറും, അതായത് ഡെവലപ്ഡ് നേഷൻ. ഈ അമൃതകാലത്തെക്കുറിച്ചാണ് ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും അതിൻ്റെ ചർച്ചാവേളയിലും അതിന് മറുപടി പറയുമ്പോഴും ഈ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചർച്ചാ സമ്മേളനങ്ങളിലൊക്കെ നമ്മുടെ നിർമ്മലാജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കണക്കും ഈ പ്രതീക്ഷയും സ്വപ്നമൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ 2047 വരെ നമ്മുടെ മോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് തുടരുമെന്നും നിർമ്മലാജി അദ്ദേഹത്തിൻ്റെ ധനമന്ത്രി ആയിരിക്കും എന്നൊക്കെയാണ് ഇവരെ പ്രതീക്ഷിക്കുന്നതെന്ന് തോന്നിപ്പോകും. ഈ പറഞ്ഞ അവകാശവാദങ്ങളൊക്കെ നാട്ടുകാരെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ നിർമ്മലാജിയുടെ ഭർത്താവ് പരകാല പ്രഭാകരൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അദ്ദേഹമെങ്കിലും ഇതൊന്ന് വിശ്വസിക്കണ്ടേ? അദ്ദേഹത്തിന് വിശ്വാസം ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം സ്വന്തം ഭാര്യയുടെ ബജറ്റും അതുപോലെ തന്നെ ധനകാര്യ മാനേജ്മെന്റിനെ കുറിച്ചുള്ള അവരുടെ അവകാശവാദങ്ങളും സർക്കാർ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷകളുമൊക്കെ ചുരുട്ടിക്കൂട്ടി ഓടയിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. ഈ പരകാല പ്രഭാകരൻ ഒരു സാധാരണ വ്യക്തിയൊന്നുമല്ല കേട്ടോ, പുലിയാണ് ഈ സാമ്പത്തിക ശാസ്ത്ര രംഗത്ത്. അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ്. പഠിച്ചത് JNUവിലാണ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ന്യൂഡൽഹി. നമ്മുടെ നിർമ്മല സീതാരാമനും അവിടെയാണ് എക്കണോമിക്സിൽ അവരുടെ മാസ്റ്റേഴ്സും പിന്നീട് MPhil ഒക്കെ ചെയ്തത്. പ്രഭാകർജി പിന്നീട് ലണ്ടനിലേക്ക് പോയി ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. അതിനുശേഷം ഒരു പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം, ആ രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥാപനങ്ങൾക്ക് കൺസൾട്ടൻസി നൽകുന്നുണ്ട്. അതിനേക്കാൾ ഉപരി അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ ഒരു വിമത സ്വരമാണ്. വിമത സ്വരം എന്ന് പറയുമ്പോൾ എല്ലാം തച്ചു തകർക്കാൻ നിൽക്കുന്ന വിമതന്മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നടപ്പിലുള്ള ചില കാര്യങ്ങളെ പറ്റി, അതൊക്കെ ശരിയാണെന്ന് വാദിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ സത്യമായ കാര്യങ്ങൾ പറയുന്ന
ഒരു വിമതന്റെ സ്വരമാണ് ഇപ്പോൾ പരകാല പ്രഭാകർക്കുള്ളത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന് വേണമെങ്കിൽ പറയാം. മോദി സർക്കാരിൻ്റെ ഒരു കടുത്ത വിമർശകനാണ്. കഴിഞ്ഞ ഏപ്രിലിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ പറയാൻ ധൈര്യപ്പെട്ടത്, നമ്മുടെ മോദി ഒരു ഏകാധിപതിയാണെന്നാണ്. അദ്ദേഹം ഒരു ജനാധിപത്യ വിശ്വാസിയല്ല, ഡെമോക്രാറ്റ് അല്ല എന്നാണ്. അതാണ് പരകാല പ്രഭാകരൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വന്നിരുന്നു ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നതിന്. അദ്ദേഹം അവിടെ കണക്കുകളുടെ പിൻബലത്തോടുകൂടി പറഞ്ഞത്, നമ്മുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദങ്ങൾ ശുദ്ധ പൊള്ളയാണ്, അത് കള്ളക്കണക്കുകളാണ്. നമ്മുടെ GDP കുറിച്ച് പറയുന്നത്, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് എത്തി നിൽക്കുന്ന ഈ 5ാം സ്ഥാനത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ, ഇതൊക്കെ വെറും പൊള്ളത്തരങ്ങളാണ്, കള്ളത്തരങ്ങളാണ് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഈ കുത്തനെ ഉയരുന്നത് നമ്മുടെ GDP അല്ല, അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച നിരക്കല്ല, പകരം തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ സാമ്പത്തികമായ അസമത്വങ്ങളുമാണ്. അദ്ദേഹം പരിഹാസ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തൊഴിലില്ലായ്മയെക്കുറിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു നിർവചനമുണ്ട്. ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും ജോലി കിട്ടുന്ന ഒരാള് തൊഴിൽ രഹിതനല്ല എന്നാണ് നമ്മുടെ സർക്കാർ വ്യാഖ്യാനിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നറേറ്റീവാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നിട്ട് പോലും ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അമ്പരിപ്പിക്കുന്ന രീതിയിൽ, പേടിപ്പിക്കുന്ന തരത്തിൽ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട പരാമർശം മോദി സർക്കാർ കാലാവധി പൂർത്തിയാക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ധനമന്ത്രിയായിട്ടുള്ള സർക്കാർ 5 വർഷം പൂർത്തിയാക്കില്ല എന്നുള്ളതാണ്. അത് ഈ ചില ദൂതുപറച്ചിലുകാരുടെയും അല്ലെങ്കിൽ വെളിച്ചപ്പാടന്മാരുടെയും ഭാവി പ്രവചിക്കുന്ന ജ്യോതിഷികളുടെയും ഭാഷയിലുള്ള ഒരു പ്രവചനമല്ല. സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഇന്നത്തെ സാഹചര്യങ്ങൾ, പല പല ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിഗമനമാണ്. അതായത് ഈ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കില്ല എന്നുള്ളത്. അദാനി ഗ്രൂപ്പിനും സെബിയുടെ അധ്യക്ഷയ്ക്കുമെതിരെ ഹിൻഡൻബർഗ് ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ട്, അത് മോദി സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിക്കുമെന്ന് പരകാല പ്രഭാകർ പറഞ്ഞ് വയ്ക്കുന്നുണ്ട്. അദ്ദേഹം ആ റിപ്പോർട്ടിനെ പറ്റി വളരെ രസകരമായ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ റിപ്പോർട്ട് പ്രധാനമന്ത്രി മോദിക്കെതിരെ ഉള്ളതല്ല, സർക്കാരിനെതിരെ അല്ല, BJPക്ക് എതിരെ അല്ല. പിന്നെ എന്തിന് സർക്കാർ ഈ റിപ്പോർട്ട് തള്ളിക്കളയണം, അല്ലെങ്കിൽ അത് നിഷേധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വ്യാകുലപ്പെടണം? ഇത് സെബിയുടെ ചീഫിനും അദാനി ഗ്രൂപ്പിനും എതിരായിട്ടുള്ള ചില കണ്ടെത്തലുകളാണ്. പക്ഷെ സർക്കാർ സെബിയുടെ മേധാവിയെയും അദാനി ഗ്രൂപ്പിനെയും ന്യായീകരിക്കാൻ വെപ്രാളപ്പെടുകയാണ്. അതുപോലെ തന്നെ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അന്വേഷണം എന്ന ആവശ്യത്തെ തടസ്സപ്പെടുത്തുകയാണ്. എന്തിനാണ് ഇതിൻ്റെ പേരിൽ സർക്കാർ വ്യാകുലപ്പെടുന്നത്? ഗവൺമെന്റിന് എന്താണ് ഇതിനകത്ത് പ്രശ്നമുള്ളത്? അതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യം. അഴിമതി മഞ്ഞുമലയുടെ ഒരഗ്രം മാത്രമാണ് ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ തെളിയുന്നതെന്നും അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മോദി സർക്കാർ കാലാവധി പൂർത്തിയാക്കില്ല എന്ന പരകാല പ്രഭാകരന്റെ പ്രവചന സ്വരത്തിലുള്ള വാക്കുകൾ ശരിയാണെന്നാണ് വളരെ നിസ്സാരനായ എനിക്കും തോന്നുന്നത്. BJPയുടെ പ്രവർത്തികൾ തന്നെയായിരിക്കും അതിന് കാരണമാവുക. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി ആക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ് ഇപ്പോൾ BJP എന്നാണ് നമുക്ക് തോന്നിപ്പോവുക. കഴിഞ്ഞ ദിവസം നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം, അവിടെ രാഹുൽ ഗാന്ധിയോട് കാണിച്ച തൊട്ടിത്തരം, വാസ്തവത്തിൽ ഏത് പൊട്ടന്മാരാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്ന് മനസ്സിലാവുന്നില്ല. അവിടെ അവര് രാഹുൽ ഗാന്ധിക്ക് സീറ്റ് ഒരുക്കിയത് 5ാമത്തെ നിരയിലാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പ്രതിപക്ഷ നേതാക്കൾക്ക് കേന്ദ്ര മന്ത്രിമാർക്കൊപ്പം 1ാം നിരയിൽ സ്ഥാനം കൊടുത്തിരുന്നു. അടൽ ബിഹാരി വാജ്പേയി പോലും അത് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് സോണിയാഗാന്ധി ആദ്യ നിരയിലാണ് ഇരുന്നത്. ഇവിടെ ചില തൊടുന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ 5ാം നിരയിലേക്ക് മാറ്റിയിരുത്തുകയാണ് സർക്കാർ ചെയ്തത്. പക്ഷെ രാഹുൽ ഗാന്ധി ഈ അപമാനം സഹിച്ചുകൊണ്ട്
അവിടെ ഇരുന്നു. കാരണം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷമാണ്. ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് അത് രാജ്യത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി ജീവനും ജീവിതവും ചോരയും ഒഴുക്കിയവർക്ക് വേണ്ടിയുള്ളതാണ്. അല്ലാതെ സമരത്തിനിടയിൽ ദേശീയ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കുകയും മാപ്പെഴുതി രക്ഷപ്പെടുകയും ചെയ്തവർക്ക് വേണ്ടിയുള്ളതല്ല, ഷൂ നക്കികൾക്കുള്ളതല്ല, രാജ്യത്തിനു വേണ്ടി ത്യാഗം സഹിച്ചവർക്ക് ഉള്ളതാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ ഇരുന്നത്. നമ്മളവിടെ കണ്ടത് ഈ 52 ഇഞ്ചും 56 ഇഞ്ചും പറയുന്നവരുടെ നെഞ്ചളവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ അവകാശപ്പെടുന്നവരുടെ മനസ്സിന് വെറും 3/4 ഇഞ്ച് പോലും വിസ്തീർണമില്ല എന്നുള്ള ഒരു സത്യമാണ്. ഈ BJP അല്ലെങ്കിൽ മോദി സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ 5ാം പന്തിയിലേക്ക് ഇരുത്താൻ സാധിക്കുമായിരിക്കും, അല്ലെ പിന്തള്ളി ഇരുത്താൻ സാധിക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോൾ ആ മനുഷ്യൻ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ 1ാം പന്തിയിലേക്ക്, മുൻനിരയിലേക്ക് കയറി ഇരുന്നു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളാണ് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ ഒരു വലിയ നേതാവാക്കുന്നത്. ഇന്ത്യക്ക് ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയാക്കി അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തുന്നത് BJP എന്ന പാർട്ടിയാണ്, മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്, അവരുടെ പൊട്ടൻ നയങ്ങളാണ്. നോക്കൂ, UP യോഗി ആദിത്യനാഥും എതിരാളികളും തമ്മിലുള്ള കൊട്ടാര വിപ്ലവം ഇങ്ങനെ അരങ്ങ് തകർക്കുകയാണ്. വാസ്തവത്തിൽ ഇത് യോഗിയും അമിത്ഷായും തമ്മിലുള്ള പോരാട്ടമാണ്, അല്ലാതെ അവിടുത്തെ റിബൽ ഗ്രൂപ്പും യോഗിയും തമ്മിലുള്ളതല്ല. അതുപോലെ തന്നെ മോദി സർക്കാർ ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതി എന്ന് പറയുന്ന ഒരു കടന്നൽ കൂട്ടിൽ കൈയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ പരകാല പ്രഭാകരന്റെ പ്രവചനം നിറവേറ്റപ്പെടുന്നതിന് ഏറെ നാൾ വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല.